എല്ലാവർക്കും നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനിത, എന്നോടൊപ്പം ഉള്ളത് കുമാരി രമ VS. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ODL ആയിട്ടും ഓൺലൈനായിട്ടും നമുക്ക് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും പ്രധാനമായിട്ടും തിയറി കമ്പോണൻറ്റ്, അസൈൻമെൻറ്റ് കമ്പോണൻറ്റ്, പ്രാക്ടിക്കൽ കമ്പോണൻസ്, പ്രോജക്റ്റ് കമ്പോണൻസ് എന്നീ പല രീതിയിലുള്ള കമ്പോണൻസ് ഉണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അസൈൻമെൻറ്റ്, പ്രോജക്റ്റ് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അസൈൻമെൻറ്റ് പാർട്ടിനെ കുറിച്ചാണ്. എന്താണ് അസൈൻമെൻറ്റ്? അസൈൻമെൻറ്റ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത എല്ലാ സ്റ്റുഡൻസിനും എല്ലാ കോഴ്സുകൾക്കും അസൈൻമെൻറ്റ് പാർട്ട് ഉണ്ടാവും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് സബ്ജക്റ്റാണോ നമ്മൾ എടുക്കുന്നത്, നമ്മൾ പഠിക്കുന്നത് BA സൈക്കോളജി അല്ലെങ്കിൽ MA സൈക്കോളജി ഇങ്ങനെയുള്ളത് പ്രോഗ്രാമെന്നും അതിനുള്ളിലെ പേപ്പേഴ്സ് അതിനെ കോഴ്സസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ എല്ലാ കോഴ്സിനും അസൈൻമെൻറ്റ് പാർട്ട് ഉണ്ടാവും. ചില പ്രോഗ്രാമിന് ട്യൂട്ടോറിയൽ പാർട്ടും അതിൻ്റെ കൂടെ വൈവ പാർട്ടും ഉണ്ടാവും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുമ്പം തന്നെ അതിൽ വൈവ എന്നുള്ളത് പ്രത്യേകം 30% മാർക്ക് അതിനായിരിക്കും, 70% അസൈൻമെൻറ്റ് എഴുതാനായിട്ടുണ്ടാവും. അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കും. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് അസൈൻമെൻറ്റിന് നമുക്ക് 30% മാർക്ക് നമുക്ക് അതിൽ എടുക്കാൻ പറ്റും. അതായത് വെയിറ്റേജ് ഉണ്ട്. ലാസ്റ്റ് ഇവാലുവേഷൻ വരുമ്പോഴത്തേക്കും തിയറി പേപ്പറിന് 30% വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് ഉള്ളതാണ് നമ്മുടെ അസൈൻമെൻറ്റ് പാർട്ട്. അത്രയും പ്രാധാന്യത്തോടെ അതിനെ കാണുകയും നമ്മുടെ പ്രോഗ്രാം ഗൈഡിലും ഓരോ കോഴ്സിനും പ്രോഗ്രാം ഗൈഡുണ്ട്. നമ്മളെ കോമൺ പ്രോസ്പെക്ടസിനും ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റിന് എവിടെ നിന്നാണ് ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നത്? നമ്മുടെ ഇഗ്നോയുടെ സൈറ്റ്, അതായത് www.igno.ac.in നമ്മുടെ സൈറ്റിൻ്റെ പേരാണിത്. www.igno.ac.in. ഇതിനുള്ളിൽ സ്റ്റുഡൻറ്റ് സർവീസിനകത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ലിങ്കുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കോമൺ പ്രോസ്പെക്ടസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോഴത്തെ കറണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കറണ്ട് അസൈൻമെൻറ്റ് എടുക്കുക. ആ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിന് എത്ര മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും എന്നുള്ളത് അതിൽ കാണിക്കുന്നുണ്ട്. ടോട്ടൽ മാർക്ക് കാണിക്കുന്നുണ്ട്. ചില BA സൈക്കോളജി പോലുള്ളതിന് വൈവ പാർട്ട് ഉണ്ടെങ്കിൽ അത് 30 മാർക്കെന്ന് പ്രത്യേകം കാണിക്കുന്നു. 70 മാർക്കായിരിക്കും അതിൻ്റെ നമ്മൾ എഴുതി വയ്ക്കാനുള്ളത്. ബാക്കി വൈവ പാർട്ടും എഴുതിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകം തന്നെ അത് സബ്മിറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് അതിന് ക്വസ്റ്റിന് മുമ്പായിട്ട് തന്നെ ജനറൽ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കോപ്പി റൈറ്റ് പാടില്ല, നമ്മളത് മെൻഷൻ ചെയ്തിട്ടുള്ളതുപോലെ പേര്, എൻറോൾ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട്. റെസ്പോൺസ് ഷീറ്റ് എന്ന് പറഞ്ഞാണ് ആ ഫസ്റ്റ് പേജ് വരുന്ന അസൈൻമെൻറ്റ് സബ്മിഷനിൽ. അപ്പോൾ അതിലെങ്ങനെയാണ് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളതും ഈ ക്വസ്റ്റ്യൻ്റെ മുമ്പായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് സ്റ്റുഡൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ തയ്യാറാക്കേണ്ടത്. അസൈൻമെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്തെല്ലാം ശ്രദ്ധിക്കണം? ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ നന്നായിട്ട് വായിക്കുക. അതിന് മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോഗ്രാം ഗൈഡ് വായിച്ച് മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും ഡീറ്റെയിൽഡ് എങ്ങനെയായിട്ടാണ് വയ്ക്കേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കുക. അതെല്ലാം നമുക്ക് കിട്ടുന്നത് സ്റ്റഡി മെറ്റീരിയൽ വഴിയാണ്. സ്റ്റഡി മെറ്റീരിയൽ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് റെഫർ ചെയ്ത് നിങ്ങൾ പ്ലാൻ ചെയ്ത് വേണം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തേണ്ടത്. കൂടാതെ നമ്മുടെ ഗ്യാൻ ഘോഷ്, അത് നമ്മുടെ ഫ്രണ്ട് പേജിൽ ഇഗ്നോയുടെ ഹോം പേജിൽ തന്നെ സ്റ്റുഡൻറ്റ് സർവീസിനുള്ളിൽ ഈ പ്രോഗ്രാം ഗൈഡ് ഉണ്ടാവും. ആ പ്രോഗ്രാം ഗൈഡ് വായിക്കുമ്പോൾ ഓരോ പ്രോഗ്രാമിനും ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് അതിൽ പറയുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ റെസ്പോൺസ് ഷീറ്റാണ് നമ്മൾ അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഫ്രണ്ട് പേജായിട്ട് വയ്ക്കേണ്ട ഫേസിങ് ഷീറ്റ് അല്ലെങ്കിൽ റെസ്പോൺസ് ഷീറ്റ്. അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. പേര്, എൻറോൾ നമ്പർ, അഡ്രസ്സ്, കൂടാതെ മെയിൽ ID, മൊബൈൽ നമ്പറും അതിൽ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മൊബൈൽ നമ്പർ വഴിയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെസ്പോൺസ് ഷീറ്റിൽ ഫസ്റ്റ് എഴുതാൻ ശ്രമിക്കുക. കൂടാതെ സെക്കൻഡ് പേജായിട്ട് നിങ്ങൾ ID കാർഡിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്യുക. എല്ലാവർക്കും ID കാർഡ് എടുക്കാൻ പറ്റാത്തവർ റീജിയണൽ സെൻറ്റർ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ rc@igno.ac.in എന്നുള്ള മെയിൽ ID നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ ID കാർഡ് വാങ്ങിക്കുക. അത് ലഭിച്ചതിന് ശേഷം അതിൻ്റെ കോപ്പി എല്ലാ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ സെക്കൻഡ് പേജായിട്ട് ID കാർഡ് വയ്ക്കുക.
കൂടാതെ തേർഡായിട്ട് നിങ്ങൾ വയ്ക്കേണ്ടത് നിങ്ങളുടെ അതാത് കോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കും, നമ്മുടെ സൈറ്റിൽ നിന്ന് എടുക്കുമല്ലോ എഴുതാനായിട്ട്. അപ്പോൾ അതുകൂടെ അറ്റാച്ച് ചെയ്യുക. അതിന് ശേഷം വേണം ആൻസർ ഷീറ്റ് അറ്റാച്ച് ചെയ്യാൻ. ഈ ആൻസർ ഷീറ്റ് അറ്റാച്ച് ചെയ്യുമ്പോഴും ഈ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഓരോ ക്വസ്റ്റ്യനും എഴുതിയിട്ട് വേണം അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. അങ്ങനെ എഴുതി അവസാനം നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് ടാഗ് ചെയ്ത് വേണം വയ്ക്കാൻ. സ്പൈറൽ ബൈൻഡിങ്ങോ വേറെ സ്റ്റാപ്ലർ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ 2 ഹോള് കൊടുത്ത് സെൻറ്റർ പോർഷനിൽ ഹോള് കൊടുത്ത് ടാഗ് ഉപയോഗിച്ച് കെട്ടി വേണം വയ്ക്കാൻ. അല്ലെങ്കിൽ അത് മിസ്പ്ലേസ് ആവും, നിങ്ങളുടെ കുറേ പേപ്പറൊക്കെ മിസ്സായി നിങ്ങളെ മാർക്കിനെ അത് ബാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കൂടാതെ എഴുതുന്ന സമയത്ത് ആവശ്യമായ ഡയഗ്രാംസ് അല്ലെങ്കിൽ ടേബിൾ, ചിത്രങ്ങൾ, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അതെല്ലാം വിശദീകരണത്തിന് കൊടുത്ത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പല മേഖലയിൽ നിന്ന് കിട്ടുന്ന നോട്ട്സ്, അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പക്ഷേ പ്രിൻ്റഡ് നോട്ടോ സൊല്യൂഷനായിട്ട് റെഡിമെയ്ഡായിട്ട് അസൈൻമെൻറ്റ് സൊല്യൂഷനൊന്നും ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഗൈഡ്സും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഈ ഗ്യാൻഘോഷ് വഴിയും മെറ്റീരിയൽ വായിച്ച് പ്രിപ്പയർ ചെയ്ത് വേണം എഴുതാൻ ശ്രമിക്കുക. അസൈൻമെൻറ്റ് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഓരോ സ്റ്റുഡൻസിനും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അവിടെ നമ്മുടെ ഇഗ്നോയുടെ സൈറ്റിൽ നോ യുവർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു പോർഷനുണ്ട്. അവിടെ നിങ്ങളുടെ എൻറോൾ നമ്പറും കോഴ്സ് കോഡും കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഡാറ്റ അതിൽ വരും, നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അതോടൊപ്പം നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ എവിടെയാണ് എന്നുള്ളതും അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റഡി സെൻറ്ററിൽ തന്നെ നിങ്ങൾ നിർബന്ധമായും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്താൻ പറ്റാത്തവരാണ്, കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ പേഴ്സണലി കൊടുക്കാൻ പറ്റാത്തവർക്ക് ബൈ പോസ്റ്റ് ഇന്ത്യൻ തപാലും മുഖേന നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരാഴ്ച മുമ്പ് വയ്ക്കാൻ ശ്രമിക്കുക. അതാത് സ്റ്റഡി സെൻറ്ററിൽ തന്നെ നിങ്ങൾ ഏൽപ്പിക്കാൻ ശ്രമിക്കണം. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? നമുക്ക് ഇഗ്നോ ഒരു വർഷത്തിൽ 2 സെഷൻ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ജാനുവരി ബാച്ചും ജൂലൈ ബാച്ചും. ഈ 2 പ്രാവശ്യമായിട്ട് ഓൺലൈൻ മോഡിലും ODL മോഡിലുമാണ് നമുക്ക് അഡ്മിഷൻ വരുന്നത്. ഓൺലൈൻ മോഡിന് എല്ലാം ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. ODL മോഡിലും എഴുതി തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യും. ഇത് രണ്ടും എഴുതി ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട മോഡ് മാത്രം ODL ആണെങ്കിൽ നമ്മൾ അതാത് സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ മോഡിലുള്ളവർ LMS പോർട്ടൽ, അതിനൊരു പ്രത്യേക ലിങ്കുണ്ട്, അതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സ്റ്റഡി സെൻറ്ററിലെ കോഡ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എഴുതി അതാത് സ്റ്റഡി സെൻറ്ററിൽ എത്തിക്കാൻ തന്നെ നോക്കുക. നിങ്ങളുടെ ടൈമിന് മുമ്പായിട്ട്, ആ ടൈം എന്ന് പറയുന്നത് ജാനുവരി അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ഇയർലി പ്രോഗ്രാം ആണെങ്കിൽ ഡിസംബറിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഡിസംബറിൽ എക്സാമിന് വേണ്ടി നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ ലാസ്റ്റ് ആയിരിക്കും, സെപ്റ്റംബർ 30th ആയിരിക്കും. അപ്പോൾ അതിന് ഒരാഴ്ച മുമ്പേ നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ എത്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് വഴി എത്തിക്കാൻ ശ്രമിക്കുക. കൂടാതെ സെമസ്റ്റർ പ്രോഗ്രാമുണ്ട്, ഇയർലി പ്രോഗ്രാമും സെമസ്റ്റർ പ്രോഗ്രാമും ഉണ്ട്. സെമസ്റ്റർ പ്രോഗ്രാം ചെയ്യുന്നവർക്ക്, ജാനുവരി അഡ്മിഷൻ എടുക്കുന്നവർക്ക് ജൂൺ മാസത്തിൽ, അതായത് ജൂണിൽ എക്സാം എഴുതാൻ കഴിയും. അതിന് മുമ്പായിട്ട് മാർച്ച് 30-നാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു ബാച്ചിൽ നിങ്ങൾ കൃത്യമായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. വയ്ക്കാൻ കഴിഞ്ഞില്ലേ നെക്സ്റ്റ് എക്സാമിന് മുമ്പായിട്ടും നിങ്ങൾക്ക് ആ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്ന് നോക്കി അവിടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ അസൈൻമെൻറ്റും തിയറി പാർട്ടും ഒരുമിച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് മാർക്ക് വന്നാൽ മാത്രമേ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് തിയറി എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈമിൽ തിയറി എഴുതിയെടുക്കാം, പക്ഷേ ഇൻകംപ്ലീറ്റ് ആയിട്ടേ കാണുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് അതിൻ്റെ മിനിമം മാർക്കുണ്ട്, 40% മാർക്ക് മിനിമം 2ലും വാങ്ങണം. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ കഴിയുള്ളൂ, ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി മാറുള്ളൂ. നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് എപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്? നമ്മൾ 30th, ഇപ്പോൾ സെപ്റ്റംബർ 30-ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അസൈൻമെൻറ്റ് ഓരോ കോഴ്സ് വൈസ്, അതായത് ഓരോ പേപ്പർ വൈസ് നമ്മളത് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഇവാലുവേറ്റേഴ്സിന് അയച്ചു കൊടുത്ത് മാർക്കായി വരുമ്പോഴത്തേക്കും ഒരു 4-5 months എടുക്കും, 4-5 മാസത്തോളം ഇതിന് പിന്നിൽ വർക്കുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് സ്റ്റഡി സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നമ്മുടെ പോർട്ടലിലോട്ട് എൻട്രി ചെയ്യാൻ കഴിയുള്ളൂ.
അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നോ യുവർ സ്റ്റാറ്റസിൽ നിങ്ങൾ എൻറോൾ നമ്പറും കോഴ്സ് കോഡും കൊടുത്തു കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് സബ്മിഷൻ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതിൽ മാർക്ക് കാണാൻ പറ്റില്ല. അതേസമയം നമ്മൾ പ്രോസസ്സിങ്ങിലാണോ എന്നുള്ളത് അറിയാൻ പറ്റും. അതിലെന്തെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്ത് 5 പേപ്പർ സബ്മിറ്റ് ചെയ്ത് 4 വന്നുള്ളൂ എങ്കിൽ ഈ ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യം സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. സ്റ്റഡി സെൻറ്ററിൽ ചെന്നിട്ട് എന്തെങ്കിലും കാരണത്താൽ ഇത് മാറ്റി വയ്ക്കുകയോ എന്തെങ്കിലും എറർ ഉണ്ടോ അത് ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാർക്ക് കാണാൻ പറ്റും. അത് ഇഗ്നോയുടെ ഈ നോ യുവർ സ്റ്റാറ്റസ് വഴി നമ്മൾ കയറുമ്പോൾ അതിൽ തന്നെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ആ ഗ്രേഡ് കാർഡിനകത്ത് നിങ്ങളുടെ ഓരോ മാർക്ക് തന്നെ അതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഏതൊക്കെ മാർക്ക് വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിനിടയ്ക്ക് 4-5 മാസത്തിനുള്ളിൽ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി സെൻറ്റർ എവിടെയാണോ സബ്മിറ്റ് ചെയ്ത് ആ സ്റ്റഡി സെൻറ്ററിൽ പോയി അന്വേഷിക്കുക. എന്തെങ്കിലും മിസ്പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നെക്സ്റ്റ് സെഷൻ്റെത് അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും സബ്മിഷൻ ചെയ്യേണ്ടത്. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം ആ സമയത്ത് ഉണ്ടായിരിക്കും. ഈ അസൈൻമെൻറ്റിനെ സംബന്ധിച്ച് റീവാല്യുവേഷനോ ഇമ്പ്രൂവ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി അവൈലബിൾ ആണോ? അല്ല, നമ്മുടെ ഒരു പ്രാവശ്യം അസൈൻമെൻറ്റ് വച്ച് കഴിഞ്ഞ് നമ്മൾ പാസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റീവാല്യുവേഷൻ ചെയ്യാനോ അത് വീണ്ടും സബ്മിറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയൊന്നും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്രയും സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ റെഫർ ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഒരിക്കൽ വച്ച് കഴിഞ്ഞ് നമ്മൾ ഫെയിലായാൽ മാത്രമേ വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നെക്സ്റ്റ് സെക്ഷനിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം വാലിഡിറ്റി നോക്കി അതിന് മുന്നേ ഈ ഫെയിലായിട്ടുണ്ടോ അല്ലെങ്കിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ അസൈൻമെൻറ്റ് വയ്ക്കാൻ ശ്രമിക്കുക. അത് ആ സ്റ്റഡി സെൻറ്ററിൽ തന്നെ നിങ്ങളതിന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, തിയറി എക്സാം അറ്റൻഡ് ചെയ്തില്ല, ഇല്ലെങ്കിൽ തിയറി എക്സാം പാസ്സായിട്ടില്ല. അപ്പോൾ ആ കുട്ടി അടുത്ത സെഷൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അസൈൻമെൻറ്റ് വീണ്ടും റീസബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തിയറിയും അസൈൻമെൻറ്റും പാർട്ട് നിങ്ങൾക്ക് മിനിമം പാസ് മാർക്ക് ഉണ്ടാവണം. അത് ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒന്നിന്, അതായത് അസൈൻമെൻറ്റ് പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് മാത്രം വച്ചാൽ മതി. തിയറി പാസ്സായിട്ടുണ്ടെങ്കിൽ തിയറി വീണ്ടും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തിയറി പാർട്ടാണ് ഫെയിലായിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ അസൈൻമെൻറ്റ് വച്ച് അത് പാസ് മാർക്ക് ഉണ്ടെങ്കിൽ വീണ്ടും അസൈൻമെൻറ്റ് വയ്ക്കേണ്ടതില്ല. നിങ്ങൾ മാക്സിമം പീരീഡിനുള്ളിൽ നിങ്ങൾ ആ തിയറി എഴുതിയെടുത്ത് ആയാൽ മാത്രം മതി. അപ്പം കംപ്ലീറ്റഡ് ആവും. അപ്പോൾ ആ കോഴ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. നമ്മൾ അസൈൻമെൻറ്റിനെ കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്തു എന്നാണ് കരുതുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് പ്രോജക്റ്റിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു സെക്ഷനാണ് സിനോപ്സിസ്. പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിനോപ്സിസ് ആണ്. ഇപ്പോൾ മേഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസൈൻമെൻറ്റിന് നമുക്ക് 30% മാർക്കും തിയറിക്ക് 70% മാർക്കുമാണ് നമ്മൾ ഫൈനൽ മാർക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. പക്ഷേ പ്രാക്ടിക്കലിനെയും പ്രോജക്റ്റിനെയും സംബന്ധിച്ചിടത്തോളം 100% മാർക്കാണ് നമ്മൾ ഫൈനൽ മാർക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഒരാൾ നമുക്ക് ഫൈനൽ മാർക്ക് ഇത്ര ശതമാനം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം പറ്റുന്ന ഏരിയയാണ് ഈ പ്രാക്ടിക്കലും പ്രോജക്റ്റും. അപ്പോൾ അത്രയും സീരിയസോടെ തന്നെ നമ്മൾ ആ ഏരിയ നമ്മളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതാണ് സിനോപ്സിസ്. നമ്മൾ എന്താണ് ആ പ്രോജക്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഈ സിനോപ്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിനോപ്സിസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമുക്ക് എന്തൊക്കെ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഗൈഡ് ലൈൻ നമ്മളതൊന്ന് വായിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ഈ പ്രോജക്റ്റിൻ്റെ മാനുവൽ ഇല്ലെങ്കിൽ ഗൈഡ് ലൈൻ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്ന് വെച്ചാൽ നോർമലി അത് നമുക്ക് സ്റ്റഡി മെറ്റീരിയലിൻ്റെ കൂടെയാണ് ലഭിക്കുന്നത്. ഇൻ കേസ് നമുക്കത് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാൻ കോഴ്സിൽ നിന്നോ നമ്മൾ ഈ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റിൽ നിന്നോ നമുക്ക് അതിൻ്റെ ഗൈഡ് ലൈൻ എടുത്ത് നമുക്കത് വായിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ നമ്മളൊന്ന് റെഡി ആയിട്ടിരിക്കേണ്ടതാണ്. കൂടാതെ സിനോപ്സിസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഗൈഡ് ലൈനൊക്കെ വായിക്കണം. എന്നാലും സ്റ്റുഡൻസ് നോർമലി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയും. സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക് സെലക്ഷനാണ്. ഇപ്പം നമ്മൾ തിയറി ആണെങ്കിലും അസൈൻമെൻ്റ് ആണെങ്കിലും നമ്മളതിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മളെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ടൈറ്റിൽ സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു ടൈറ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ടോപ്പിക്കിൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കണം. നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ടൈറ്റിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ്
ടൈറ്റിൽ സെലക്ഷനാണ്. നമ്മളൊരു ടൈറ്റിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഗൈഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെലക്ഷൻ ഓഫ് ഗൈഡ് എന്ന് പറയുന്നത്. ഓരോ കോഴ്സിനും ഓരോ പ്രോഗ്രാമിൻ്റെയും ഗൈഡ് ലൈനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗൈഡിൻ്റെ എലിജിബിലിറ്റി എന്താണ്, നമ്മൾ എങ്ങനെ ഗൈഡിനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നോർമൽ കേസിൽ ചില പ്രോഗ്രാമുകൾക്ക് നമ്മുടെ ഇഗ്നോ തന്നെ എംപാനൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഗൈഡിനെ എടുക്കാം. പിന്നെ മിക്കവാറും എല്ലാത്തിലും നമ്മുടെ അപ്രൂവ്ഡ് അക്കാഡമിക് കൗൺസിലർ എന്ന് പറയുന്നത് നമുക്ക് ഗൈഡ് ചെയ്യാൻ സൂപ്പർവൈസർ ആവാൻ എലിജിബിൾ ആയിരിക്കും. പിന്നെ അല്ല ഇതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് ഇഗ്നോയിൽ നിന്നും നമുക്ക് ഗൈഡിനെ എടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ആ ഗൈഡിന് എന്തൊക്കെ എലിജിബിലിറ്റി വേണം, എന്തൊക്കെ എക്സ്പീരിയൻസ് വേണമെന്നൊക്കെ ആ ഗൈഡ് ലൈനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഗൈഡിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടോപ്പിക്കുമായി ഗൈഡിനെ സെലക്ട് ചെയ്തു, ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ സിനോപ്സിസ് തയ്യാറാക്കുക. സിനോപ്സിസ് തയ്യാറാക്കുമ്പോൾ അതിലൊരു പാറ്റേൺ ഉണ്ട്. ആദ്യം നമ്മുടെ ഇൻട്രൊഡക്ഷൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് റാഷണൽ, നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്, നമ്മൾ ഈ റിസർച്ച് വർക്ക് കൊണ്ട് നമ്മൾ എന്താണ് ഫൈനൽ, എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എന്താണ്. അത് കഴിഞ്ഞ് റിസർച്ച് മെത്തഡോളജി, അതായത് നമ്മൾ എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കുന്നു, എന്തൊക്കെ ഡേറ്റ നമ്മൾ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്നു, ഏതൊക്കെ ഏരിയയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നു, എങ്ങനെയൊക്കെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. അതാണ് റിസർച്ച് മെത്തഡോളജി. ലാസ്റ്റ് ലിമിറ്റേഷൻ, നമ്മൾ ഈ ചെയ്ത പ്രോജക്റ്റിന് എന്തൊക്കെ ലിമിറ്റേഷനുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രോജക്റ്റ് സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു, സിനോപ്സിസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ അതിൽ അറ്റാച്ച് ചെയ്യണം, എന്തൊക്കെയാണ് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ പറഞ്ഞു സിനോപ്സിസിൻ്റെ നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. ഇനി നമ്മൾ ഈ സിനോപ്സിസിൽ പ്രധാനമായും നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട കാര്യമാണ് പെർഫോമ ഫോർ അപ്രൂവൽ ഓഫ് പ്രോജക്റ്റ് സിനോപ്സിസ്. അതൊരു ഷീറ്റാണ്. അതെല്ലാം നമ്മുടെ ഗൈഡ് ലൈനിലും അതായത് പ്രോഗ്രാമിൻ്റെ ഗൈഡ് ലൈനിന് അതാത് പ്രോജക്റ്റ് പ്രപ്പോസൽ ഇതുണ്ടാകും, പെർഫോമ ഉണ്ടാകും. വളരെ ശ്രദ്ധിക്കണം എല്ലാ സ്റ്റുഡൻറ്റും. നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ, നിങ്ങളുടെ കോഴ്സ് ഏതാണോ അതിൻ്റെ പെർഫോമയാണ് നിങ്ങളിതിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. ഈ പെർഫോമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ്. സ്റ്റുഡൻറ്റിൻ്റെ എൻറോൾ നമ്പർ, പ്രോഗ്രാം, ഏത് സ്റ്റഡി സെൻ്ററാണ്, ഏത് റീജിയണൽ സെൻ്ററാണ്, സ്റ്റുഡൻറ്റിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ്. നല്ല കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുള്ള അഡ്രസ്സ് വേണം നിങ്ങളതിൽ മെൻഷൻ ചെയ്യാനുള്ളത്. അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പർ മെൻഷൻ ചെയ്തേക്കണം. ഈ അഡ്രസ്സിൻ്റെ കാര്യം എടുത്ത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് ഈ സിനോപ്സിസ് അയച്ചു തരുന്നത് നിങ്ങൾ ഈ മെൻഷൻ ചെയ്തേക്കുന്ന അഡ്രസ്സിലോട്ടായിരിക്കും അയച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന പോർഷനാണ് ടൈറ്റിൽ ഓഫ് പ്രോജക്റ്റ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈറ്റിൽ വളരെയൊക്കെ വ്യക്തമായിട്ട് ടൈറ്റിൽ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തേക്കണം. നെക്സ്റ്റ് വരുന്ന അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഗൈഡിൻ്റെ ഡീറ്റെയിൽസാണ്. ഗൈഡിൻ്റെ പേര്, ഗൈഡിൻ്റെ അഡ്രസ്സ്, ഗൈഡിൻ്റെ ഫോൺ നമ്പർ, അതാണ് അടുത്ത ഡീറ്റെയിൽസ്. അതിന് തൊട്ട് താഴെയുണ്ട് സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചർ, ഗൈഡിൻ്റെ സിഗ്നേച്ചർ. ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ രണ്ട് പാർട്ടും, സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചറും ഗൈഡിൻ്റെ സിഗ്നേച്ചറും അതിൽ മസ്റ്റായിട്ട് വേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് ഓഫീസിൻ്റെ പാർട്ടാണ്. അത് ഞങ്ങളുടെ ഇവിടുത്തെ ഇവാലുവേഷനൊക്കെ ചെയ്തിട്ട് വയ്ക്കാനുള്ള പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് പെർഫോമയാണ് അതിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബയോഡാറ്റയാണ്. നമ്മുടെ ഗൈഡിൻ്റെ കംപ്ലീറ്റ് സൈൻ ചെയ്ത ബയോഡാറ്റ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കണം. ആ ബയോഡാറ്റയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നമ്മുടെ ഗൈഡ് ലൈനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഏത് ഇയറിൽ പാസ്സായി എന്നൊക്കെ ഉള്ളൊരു സിസ്റ്റത്തിലാണ് വയ്ക്കേണ്ടത്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ ആ എക്സ്പീരിയൻസും നമ്മളതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തേക്കണം. അപ്പോൾ പെർഫോമ, ബയോഡാറ്റ ഓഫ് ദ ഗൈഡ് വിത്ത് സർട്ടിഫിക്കറ്റ്സ്, പിന്നെ നമ്മുടെ പ്രപ്പോസൽ. ഇത്രയാണ് നമ്മളത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി എല്ലാ സിനോപ്സിസും ഒരേ സ്ഥലത്താണോ സബ്മിറ്റ് ചെയ്യുന്നത്? എവിടെയാണ് ഓരോ പ്രോഗ്രാമും സബ്മിറ്റ് ചെയ്യുന്നത്? ഓരോ പ്രോഗ്രാമിനനുസരിച്ച് ഈ നമ്മുടെ സബ്മിഷൻ രീതി മാറും. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഗൈഡ് ലൈൻ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചിരിക്കുക. ചില പ്രോഗ്രാമുകളുടെ സിനോപ്സിസ് എന്ന് പറയുന്നത് അവരുടെ അക്കാഡമിക് കൗൺസിലറാണ് ആ സിനോപ്സിസ് അപ്രൂവ് ചെയ്യുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് BA സൈക്കോളജി ഹോണേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രോഗ്രാമുകൾക്ക് നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലറാണ് നിങ്ങളുടെ സിനോപ്സിസ് അപ്രൂവ് ചെയ്ത് തരുന്നത്. പിന്നെ MCOM, MBA, MCA, BCA ഇതുപോലുള്ള പ്രോഗ്രാമുകളുടെ സിനോപ്സിസ് റീജിയണൽ സെൻറ്ററിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. റീജിയണൽ സെൻറ്ററിലാണ് അതിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത്. പിന്നെ ചില പ്രോഗ്രാമുകളുണ്ട് ഡയറക്റ്റ് ഡൽഹിയിലാണ്, ഹെഡ്ക്വാർട്ടേഴ്സിലാണ് നിങ്ങളത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ ക്ലിയറായിട്ട് നിങ്ങളുടെ മാനുവലിൽ നിങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും സിനോപ്സിസ് എവിടെ സബ്മിറ്റ് ചെയ്യണം, പ്രോജക്റ്റ് എവിടെ സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ വളരെ ക്ലിയറായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇനി ഇത് എല്ലാം തയ്യാറാക്കി ഏത് ഡേറ്റിനുള്ളിൽ എപ്പോഴാണ് സബ്മിഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും സ്റ്റുഡൻസിന്? നമുക്കിപ്പോൾ മാഡം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 2 ഘട്ടങ്ങളിലാണ് നമ്മുടെ അഡ്മിഷനും 2 ഘട്ടങ്ങളിലാണ് നമ്മൾ എക്സാമിനേഷനും നടക്കുന്നത്. അത് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിതിൻ്റെയൊക്കെ സബ്മിഷൻ നടക്കുന്നത്. നമുക്ക് 2 സമയമാണ് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് April 30 അടുത്തത് October 31 ഇത് ഗൈഡ് ലൈൻ നോക്കി ചില കോഴ്സുകൾക്ക് ഈ April 30 എന്ന് പറയുന്നത് ചിലതിന് മെയ് 31 ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പ്രോഗ്രാമിൻ്റെ ഗൈഡ് ലൈൻ ചെക്ക് ചെയ്ത് അതനുസരിച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സിനോപ്സിസ് ഇവാലുവേഷന് വേണ്ടി എത്ര സമയം എടുക്കും? നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനോപ്സിസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റീജിയണൽ സെൻറ്ററിനെ സംബന്ധിച്ച് ഇവിടെ നമ്മളൊരു സിനോപ്സിസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 15 ദിവസം കൂടുമ്പോഴാണ് അതൊന്നും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മളിതിനെ നമ്മുടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഇവാലുവേറ്റേഴ്സിന് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 15 മുതൽ 20 ദിവസം ടൈം കൊടുത്താണ് നമ്മളത് ഇവാലുവേഷന് വേണ്ടി അയക്കുന്നത്. ഈ ഇവാലുവേറ്റ് ചെയ്ത സിനോപ്സിസ് നമുക്ക് തിരിച്ചു വന്ന് നമ്മൾ ബാക്കി എൻട്രിയൊക്കെ നടത്തിയിട്ടാണ് നമ്മളിത് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുന്നത്. നോർമൽ കേസിൽ നമ്മൾ പറയുന്നത് ഒരു 45 മുതൽ 60 ദിവസം വരെയാണ് ഒരു സിനോപ്സിസിന് നമ്മളൊരു ടൈം ചോദിക്കുന്നത്. നോർമലി എന്തൊക്കെയാണ് അതിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പൊതുവേ റിജക്റ്റ് ആവുന്ന സിനോപ്സിസ് വെച്ചാൽ റിജക്റ്റ് ആവാൻ സാധ്യതയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം? ഓക്കെ, റിജക്റ്റ് ആവാൻ പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ ഒരു സിനോപ്സിസ് നമുക്ക് കിട്ടി അത് പ്രോപ്പറായിട്ട് സ്പൈറൽ ബൈൻഡ് ചെയ്യണമെന്നാണ് സിനോപ്സിസ് പറയുന്നത്. പല സ്റ്റുഡൻറ്റും സ്പൈറൽ ബൈൻഡ് ചെയ്യാതെ ഒരു സ്റ്റാപ്പിൾ മാത്രം വെച്ചാണ് വിടുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസുകളൊന്നും നമ്മൾ എടുക്കത്തില്ല, അതൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യും. പിന്നെ നേരത്തെ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരുന്നു പെർഫോമ വച്ചിട്ടില്ല എങ്കിലും ആ പ്രോജക്റ്റ് നമ്മൾ റിജക്റ്റ് ചെയ്യും. ഈ വച്ചിരിക്കുന്ന പെർഫോമ ആ പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെതല്ല എങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. പിന്നെ ഈ പെർഫോമ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിരിക്കണം. പല സ്റ്റുഡൻസും ഫില്ല് ചെയ്യാതെ അയക്കുന്നുണ്ട്, ആ കേസിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും. പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചർ, ഗൈഡിൻ്റെ സിഗ്നേച്ചർ, ഈ പറഞ്ഞിരിക്കുന്ന അറ്റാച്ച്മെൻറ്റ് ഒന്നും വച്ചിട്ടില്ല എങ്കിലും റിജക്റ്റ് ചെയ്യും. ഈ ഗൈഡിൻ്റെ ബയോഡാറ്റയല്ല, ഇപ്പോൾ നമ്മൾ ഔട്ട്സൈഡ് ഗൈഡ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഔട്ട്സൈഡ് ഗൈഡ് എടുക്കുമ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന ആ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും ഇതൊന്നും പ്രൂവ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റൊന്നും അതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളത് റിജക്റ്റ് ചെയ്യും. പിന്നെ ഇതിന് മുന്നേ വെച്ച ഒരു സബ്ജക്റ്റ് ടൈറ്റിലാണ് വീണ്ടും ഒരു സ്റ്റുഡൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആ പർട്ടിക്കുലർ കേസ് പറഞ്ഞ് തന്നെ നമ്മൾ ആ പ്രോജക്റ്റ് സിനോപ്സിസ് റിജക്റ്റ് ചെയ്യാം. ഇത് അപ്രൂവൽ കിട്ടിയില്ല, ഒരു സ്റ്റുഡൻറ്റ് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് റീസബ്മിറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഇവാലുവേറ്ററിന് കൊടുക്കുമ്പോൾ ഇവാലുവേറ്ററാണ് അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അപ്രൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സജഷൻ ബോക്സിൽ വളരെ ക്ലിയർ ആയിട്ട് ഇവാലുവേറ്റർ അത് മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ അതിലെന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ചിലത് ബോഡിയിൽ എന്തെങ്കിലും കറക്ഷൻ മതി എന്നായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് റീസബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല, ചിലപ്പോൾ ടൈറ്റിൽ ചേഞ്ച് ചെയ്യണമെന്നായിരിക്കും, എനിക്ക് ടൈറ്റിൽ ചേഞ്ച് ഇട്ട് വയ്ക്കാം. ചില കേസുകളിൽ ഗൈഡിന് എലിജിബിലിറ്റി ഇല്ല എന്നാണ് നമ്മുടെ ഇവാലുവേറ്റർ സ്പെസിഫൈ ചെയ്തേക്കുന്നതെങ്കിൽ നിങ്ങൾ പുതിയൊരു ഗൈഡിനെ കണ്ടുപിടിച്ച് സിനോപ്സിസ് ഒന്നുകൂടെ ഫ്രഷ് ആയിട്ടുള്ള പെർഫോമയും അറ്റാച്ച് ചെയ്ത് ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ റീസബ്മിറ്റ് ചെയ്യുമ്പോൾ പഴയത് അറ്റാച്ച് ചെയ്ത് തന്നെ വയ്ക്കണം. എങ്ങനെ പഴയതും പുതിയ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പഴയത് റിജക്റ്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിജക്റ്റ് ചെയ്ത സിനോപ്സിസും കൂടെ അറ്റാച്ച് ചെയ്ത് പുതിയത് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. കൂടാതെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി എത്ര കാലം ഉണ്ടാവും സിനോപ്സിസ്? അപ്പോൾ നോർമലി ഒരു സിനോപ്സിസിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് 2 കൺസിക്യൂട്ടീവ് സെഷനാണ് പറയുന്നത്, അതായത് 1 വർഷം. അതിനുള്ളിൽ നമ്മൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് നോർമലി പറയുന്നത്. അപ്പോൾ സിനോപ്സിസിനെ കുറിച്ച് ഏകദേശം എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രോജക്റ്റ് എങ്ങനെയാണ്, ഇതുപോലെ പ്രോജക്റ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ പ്രോജക്റ്റിനെ കുറിച്ച് ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മൾ പറഞ്ഞു പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ സിനോപ്സിസ്. ഇപ്പോൾ നമ്മൾ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്തു, സിനോപ്സിസ് അപ്രൂവ് ആയി എന്നെങ്കിൽ നമുക്ക് പ്രോജക്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോജക്റ്റിൽ എന്തൊക്കെ അറ്റാച്ച്മെൻറ്റ് വേണം, എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കണമെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഗൈഡ് ലൈനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പാർട്ടൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഈ അപ്രൂവായി നിങ്ങൾക്ക് അയച്ചു തരുന്ന സിനോപ്സിസും കൂടെ അറ്റാച്ച് ചെയ്ത് വേണം നിങ്ങൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ. സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യേണ്ട വിധം പറഞ്ഞു, എവിടെയാണെന്ന് പറഞ്ഞു. അതുപോലെ
പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനോപ്സിസിനെ പോലെ തന്നെയാണ് പ്രോജക്റ്റിനും. ചില പ്രോജക്റ്റുകൾ നമുക്ക് റീജിയണൽ സെൻറ്ററിലും, ചില പ്രോജക്റ്റുകൾ ഡയറക്റ്റ് ഡൽഹിയിലോട്ടുമാണ് അയക്കേണ്ടത്. നമ്മൾ എവിടെയാണോ അയക്കേണ്ടത് നമ്മൾ ഗൈഡ് ലൈനിൽ വളരെ ക്ലിയർ ആയിട്ട് ഏത് അഡ്രസ്സിലോട്ടാണ് അയക്കേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എല്ലാ സ്റ്റുഡൻറ്റും പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്നും നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന അഡ്രസ്സ് കറക്റ്റ് അഡ്രസ്സാണോ എന്നും ചെക്ക് ചെയ്തിട്ട് വേണം അയക്കാൻ. അതിന് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടോ? പ്രോജക്റ്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ സിനോപ്സിസ് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രോജക്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് April 30, October 31. എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും ഡേറ്റിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുന്നെങ്കിൽ സ്റ്റുഡൻസിനെ അറിയിക്കുന്നതാണ്. കൂടാതെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈവ പാർട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് സ്റ്റുഡൻസിന്? എപ്പോഴാണ് നമ്മൾ റീജിയണൽ സെൻറ്ററിൽ ഒരു പ്രോഗ്രാമിൻ്റെ വൈവ നടത്തുന്നത് നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഇവാലുവേറ്ററുമായിട്ട് നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് സ്റ്റുഡൻസിനെ നമ്മൾ മെയിൽ വഴിയോ SMS വഴിയോ ആണ് ഡേറ്റ് അറിയിക്കുന്നത്. അപ്പം പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു, വൈവയും കഴിഞ്ഞു, പിന്നെ എത്ര കാലം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് ഫൈനലായിട്ട് അറിയാൻ പറ്റും? ഇപ്പം നമ്മളിപ്പോൾ ഒരു വൈവ നടത്തി കഴിഞ്ഞാൽ ഒരു 20-30 ദിവസത്തിനുള്ളിൽ നോർമൽ കേസിൽ മാർക്ക് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. സ്റ്റുഡൻസിന് അപ്പോഴും മാർക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. എങ്ങനെ അറിയാൻ പറ്റി? എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് മാർക്ക് വന്നിട്ടുണ്ടെന്നുള്ളത്? സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് മാർക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാഡം നേരത്തെ പറഞ്ഞല്ലോ അസൈൻമെൻറ്റൊക്കെ നോക്കുന്ന കാര്യം. അതുപോലെ നമ്മുടെ അഡ്മിഷൻ സ്റ്റാറ്റസിലെ ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ആ കോഴ്സ് കോഡിൻ്റെ നേരെ നമ്മുടെ മാർക്ക് ഉണ്ടാവും. നമ്മുടെ പ്രോജക്റ്റിൻ്റെ വൈവയുടെ മാർക്ക് അതിന് നേരെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ടൈം ലിമിറ്റ് കഴിഞ്ഞും മാർക്ക് വന്നിട്ടില്ല, അപ്പോൾ അവർ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? എവിടെയാണ് അവർ കോൺടാക്ട് ചെയ്യേണ്ടത്, പരാതിപ്പെടേണ്ടത്? ഇപ്പം റീജിയണൽ സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് ആണെങ്കിൽ, അതായത് വൈവ നമ്മൾ റീജിയണൽ സെൻറ്ററാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ റീജിയണൽ സെൻറ്ററിൻ്റെ മെയിൽ ID നിങ്ങൾ ഗ്രീവൻസ് എഴുതി നിങ്ങൾക്ക് ചോദിക്കാം. അല്ല നിങ്ങളിങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് നിങ്ങളുടെ വൈവ നടത്തിയിട്ടുള്ളതെങ്കിൽ അങ്ങോട്ടാണ് നിങ്ങൾ മെയിൽ അയച്ച് ചോദിക്കേണ്ടത്. ഇതിന് പുറമേ നിങ്ങൾക്ക് നമ്മുടെ ഐഗ്രാം എന്ന് പറയുന്ന ഗ്രീവൻസ് ഉണ്ട്, അതിലോട്ടും എഴുതി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പം പ്രോജക്റ്റ് പാസ്സായില്ല അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു, വൈവ പാർട്ട് അല്ലെങ്കിൽ ഫെയിലായി, അപ്പോൾ അത് എങ്ങനെ വീണ്ടും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും? ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വൈവ നടത്തുന്ന ഇവാലുവേറ്റർ നമ്മളെ വൈവ സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണെന്ന്. ഇപ്പോൾ ഇവാലുവേറ്റർ പറയാന്ന് നിങ്ങൾ വൈവ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കേസാണെങ്കിൽ ആ കുട്ടിക്ക് അടുത്ത സെക്ഷനിൽ വൈവ അറ്റൻഡ് ചെയ്യാം. ഇല്ല നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്തത് ശരിയായില്ല, ഒന്നുകൂടി നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യണമെന്നാണ് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ സിനോപ്സിസ് വയ്ക്കുന്നത് മുതൽ പുതിയൊരു പ്രോജക്റ്റ് ആ കുട്ടി സബ്മിറ്റ് ചെയ്ത് അടുത്ത സെക്ഷനിൽ സബ്മിറ്റ് ചെയ്ത് വൈവ അറ്റൻഡ് ചെയ്ത് പാസ് ആവേണ്ടതാണ്. ഏകദേശം അസൈൻമെൻറ്റിനെയും സിനോപ്സിസിനെയും പ്രോജക്റ്റിനെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അസൈൻമെൻറ്റിൻ്റെ ഒരു കാര്യം കൂടെ, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കോപ്പി എടുത്ത് കയ്യിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ഫർദർ എന്തെങ്കിലും നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയോ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് സബ്മിഷന് മുമ്പായിട്ട് എല്ലാ അസൈൻമെൻറ്റും എഴുതി കഴിഞ്ഞ് അതിൻ്റെ ഓരോ കോപ്പി നിങ്ങൾ കയ്യിൽ കരുതാൻ ശ്രമിക്കുക. പ്രാക്ടിക്കൽ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇപ്പം തിയറിയും അസൈൻമെൻറ്റും നമ്മൾ പാസ്സായോ ഇല്ലയെന്ന് നമ്മൾ നോക്കുന്നത്, നമ്മൾ പറഞ്ഞു ഗ്രേഡ് കാർഡാണ് നോക്കുന്നതെന്ന്. നമ്മൾ തിയറി അറ്റൻഡ് ചെയ്തു, അസൈൻമെൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ ഗ്രേഡ് കാർഡിൽ സ്റ്റാറ്റസിൽ നോട്ട് അപ്രൂവ്ഡ് എന്നൊരു കമൻ്റ് ഉണ്ടാവും. പക്ഷേ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് നിങ്ങൾ വൈവ അറ്റൻഡ് ചെയ്ത് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ ഈ പ്രോജക്റ്റിൻ്റെ കോഴ്സ് കോഡ് തന്നെ മെൻഷൻ ചെയ്യുള്ളൂ. പല സ്റ്റുഡൻസും ഇവിടെ വന്ന് പറയുന്ന കംപ്ലൈൻ്റാണ്, ഞാൻ ഗ്രേഡ് കാർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് മാർക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതായത് നമുക്ക് സ്റ്റുഡൻറ്റിനെ അറിഞ്ഞിരിക്കണം, ഞാൻ രജിസ്റ്റർ ചെയ്ത പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ കോഡ് ഉണ്ട് എന്ന് സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ കോഡ് ഗ്രേഡ് കാർഡിൽ വന്നിട്ടില്ല എങ്കിൽ അപ്പോൾ അതിൽ ഞാനത് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നോ ഇല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ട് അത് വരാത്തത് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടാണെന്നോ സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. മാഡം പറഞ്ഞതുപോലെ അസൈൻമെൻറ്റിനെ കുറിച്ചും പ്രോജക്റ്റിനെ കുറിച്ചും സാധാരണ സ്റ്റുഡൻസിനുണ്ടാകാവുന്ന സംശയങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.